ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മളൊരു എക്സാം ടൈം വ്ളോഗാണ് കേട്ടോ ചെയ്യണേ. രാവിലെ ഒരു 6:50 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഏറനാട് നോളജ് സിറ്റിയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പിക്ക് ചെയ്യണം. എത്ര പ്രാവശ്യം ഇതിലെ പോയാലും മടുക്കാത്ത ഒരു റൂട്ടാണ് ഇത്. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഹായ് ഗൈസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കോളി. ഞങ്ങൾക്ക് പാസ് ചെയ്യട്ടെ. ഓക്കെ, ഞങ്ങൾ എന്തായാലും ഫുൾ കോൺഫിഡൻസ്. അഥവാ നമ്മൾക്ക് നോക്കാലോ, നമ്മൾ നോക്കണം അല്ലേ? ഭയങ്കര മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. ബാക്കി പിന്നെ നീ എന്തായാലും ജയിക്കും, നിനക്ക് റാങ്കാണ്. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല. അറബി അടിച്ചെടുക്കണം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് എത്രയാണ്? നമ്മളങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നോളജ് സിറ്റിയിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു, +2 ഒപ്പം പഠിച്ചത്. ക്യാമ്പസ് ഒക്കെ കാണാൻ വേറെ ലെവലാണ് കേട്ടോ. ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടല്ലോ. ഭയങ്കര വലിയ വൈഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള ഒരു ശരിക്കും വേറെ ഒരു ലോകം തന്നെ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് ഹാള്. ഇവിടെ കുറച്ച് പേര് ഇരിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഫോൺസ് അലൗഡ് അല്ല. ഞാൻ എക്സാം എഴുതിയിട്ട് വരാം. അപ്പോഴേക്കും വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് റൈറ്റിഫൈ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ChatGPT ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിനും. നമ്മളിപ്പോൾ ഒരു അസൈൻമെന്റ് ചെയ്താണെങ്കിലും, അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യാനാണെങ്കിലും, കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും, എന്തൊരു കാര്യത്തിനാണെങ്കിലും ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ChatGPTന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് AI ഡിറ്റക്ടേഴ്സ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ChatGPT ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ റൈറ്റിഫൈ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ChatGPT ഉപയോഗിച്ച് ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഹൗ ടു ബി കോൺഫിഡൻറ്റ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ നമുക്കൊരു ടെക്സ്റ്റ് ചെയ്തു. നമുക്ക് ഈ ടെക്സ്റ്റ് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെ ChatGPT ഉപയോഗിച്ച് ചെയ്തതാണെന്ന്. ഇനി നമുക്ക് അതേ സെയിം സെന്റൻസിനെ നമ്മുടെ സൈറ്റ് വെച്ചിട്ട് സിംഗിൾ ക്ലിക്കിൽ ഹ്യൂമനൈസ് ചെയ്യാം. വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ AI ഡിറ്റക്ടേഴ്സ് ആയിട്ടുള്ള സൈറ്റുകളിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ റിസൾട്ട്സ് കണ്ടില്ലേ? റൈറ്റിഫൈ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് AI ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് ചേഞ്ച് ആവാൻ ടൈം ആയിട്ടുണ്ട്. ഈ ഒരു റൈറ്റിഫൈ എന്ന് പറയുന്ന കിഡലൻ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാം. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കേട്ടാ മതി. ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി വന്നാണ്. ഷാദിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ചെന്തായാലും വന്നോ? പഠിച്ചത് കുറച്ചൊക്കെ വന്നിങ്ങനെ. പക്ഷേ അശ്വിനില് ഫുള്ള് പഠിച്ചത് വന്നാണ് കേട്ടോ. ഇനിയിപ്പോ നാളെ ഉണ്ട്, മറ്റന്നാളിന്റെ ഒരു പരീക്ഷ കൂടി. സന്തോഷമായി. കഴിഞ്ഞ ഇയറിൽ 92,000 ലോസ്, ഈ ഇയറിൽ 40,000 പ്രോഫിറ്റ് ഉള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരം എന്തൊക്കെ ഇതിന് കൊടുത്താലും എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നതാണ്. നല്ല കിടിലൻ സ്ഥലം കേട്ടോ. നമുക്കൊരു ഊട്ടിയിലൊക്കെ പോയൊരു വൈബാണ്. അവിടെയൊക്കെ ലൈറ്റും വരും. ഇത് ശരിക്കും ആ അറ്റത്ത് നോക്കുമ്പോ ഊട്ടിയത്തെ പോലെ ഉണ്ട്. എക്സാം കഴിഞ്ഞ ഒരു മന്തി അത് നിർബന്ധ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിഡ് വേ കുഴിമന്തിയിലാണ് വന്നിട്ടുള്ളത്. 2 ഹണിയും 1 പെരിപരിയും അൽഫാമും ഓർഡർ ചെയ്തു. ഫുൾ വൈറ്റ് വേണം. ഇത് വൈറ്റ് അല്ല, രസം വൈറ്റ് ചിക്കൻ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഒരു ഡീസന്റ് മന്തി തന്നെയാണ്. ഇനി അവരെ എടുത്തോടത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. അപ്പൊ അതിന് മുന്നേ എന്റെ ലാപ്ടോപ്പിന് ഒരു കംപ്ലൈന്റ് വന്നിട്ട് കുറെ കാലം. ഇനി എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് ഇമേജ് കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് തന്നെ അതുകൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു നേരെ ഇമേജ് പോയി അത് കൊടുത്തു. ഇനി ഞാൻ നേരെ വീട്ടിലേക്കല്ല ഓഫീസിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു. ഹേയ് ഗൈസ്, അപ്പൊ ഇനി നമുക്ക് എക്സാമിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ഞാൻ എക്സാമിൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസും എക്സാം പാസ്സാവോ ഫെയിൽ ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി റിസൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ജാനുവരിയിൽ വരുമ്പോൾ അത് ഫെയിലാണെങ്കിലും പാസ്സാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ തന്നെ നേരിടും. പക്ഷെ എന്തായാലും നമ്മുടെ ഇന്നൊരു 15,000 പോണതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ റിസൾട്ടിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ജാനുവരിയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എക്സാം വന്നിട്ട് ഏറനാട് നോളജ് സിറ്റിയിലായിരുന്നു.
അപ്പോൾ അവിടെ എക്സാമൊക്കെ തുടങ്ങി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴ കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു 4 പ്രാവശ്യമെങ്കിലും കറണ്ട് പോയിട്ടുണ്ടാവും, 5 മിനിറ്റൊക്കെ ബ്രേക്ക് വിട്ടിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമ്മുടെ ഈ ഇരുട്ടത്ത് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ചൂടുമാണ്. അത് മാത്രമല്ല നമ്മൾ 15,000 രൂപ പേ ചെയ്തിട്ട് എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമല്ലോ. ബേസിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിപ്പോൾ നമുക്ക് അവരും കുറ്റം പറയാൻ പറ്റില്ല, കാരണം നല്ല ഹെവി റെയിൻ ആണല്ലോ. ഇവിടെ പല സ്കൂളുകൾക്കും ഇന്നൊക്കെ അവധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും അവർ എക്സാം മാറ്റി വെക്കുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വെറുതെ വിടാം. ഇനിയുള്ളത് ടാക്സിൻ്റെ റിവ്യൂ. എനിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നോ, ഭയങ്കര ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, എന്താണ് നമുക്ക് നോക്കാം. അഷ്മിൽ പറഞ്ഞ പോലെയല്ല, എനിക്കങ്ങനെ ഭയങ്കര ഈസി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു മോഡറേറ്റ് ലെവൽ പേപ്പറാണ് എനിക്ക് കിട്ടിയത്. നമുക്കറിയാലോ പല പല സെറ്റ് പേപ്പേഴ്സ് ഉണ്ട്. സോ ഓരോരുത്തർക്കും കിട്ടിയ പേപ്പർ ഡിഫറെൻ്റ് ആണ്. എനിക്കൊരു മോഡറേറ്റ് ലെവൽ പേപ്പറാണ് കിട്ടിയത്. A and B സെക്ഷൻ. C സെക്ഷൻ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് എനിക്ക് കിട്ടിയത്. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ A സെക്ഷൻ എഴുതി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ അത്രയും പെട്ടെന്ന് എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിക്കോണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും തെറ്റാവാനേ നമുക്ക് ചാൻസ് ഉള്ളൂ. കാരണം നമ്മൾ ആദ്യം ചെയ്ത് കിട്ടുന്ന ആൻസർ റോങ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറ്റുന്നത്ര പെട്ടെന്ന് എയും ബിയും തീർത്തു. C കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് എയിലേക്ക് വന്നിട്ട് അങ്ങനെ പറ്റുന്നൊക്കെ മാക്സിമം തിരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി പാസ്സാവോ ഇല്ല എന്നൊക്കെ റിസൾട്ടിന് ഞാൻ വ്ളോഗ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.